100% ആയോ? എത്താൻ സാധിച്ചു. എങ്ങനെയാണ് 100% എത്തിച്ചത്? അത് കുട്ടികളെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 1 മണിക്കൂർ അവർക്ക് റിഫ്രഷ്മെന്റ് അടക്കമുള്ള ഒരു ട്യൂഷൻ നൽകി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ട്യൂഷനും നൽകി അവർക്ക് അതിനു വേണ്ടുന്ന ഒരു ചെറിയ റിഫ്രഷ്മെന്റിനും കൂടെ ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് ആണ് ഈ വിജയബേരി പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഞങ്ങൾ തയ്യാറായി. പരീക്ഷ എടുക്കുമ്പോഴാണോ അതോ? അല്ലല്ല, പരീക്ഷ എടുക്കുമ്പോഴല്ല, അതിനു മുമ്പ് തന്നെ. അതും പ്രത്യേകിച്ച് ഹൈസ്കൂൾ ഭാഗത്തിൽ, അതായത് SLC കുട്ടികൾക്ക് SLC വിജയ ശതമാനം 100%ലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. എനിക്ക് ഇത് കാണുമ്പോഴുള്ള ഒരു വിഷമം, കുട്ടികൾക്ക് അപ്പോൾ വൈകുന്നേരം കളിക്കാനൊന്നും സമയം കിട്ടൂലല്ലോ. സാധാരണ കുട്ടികൾ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ പലരും ട്യൂഷന് പോകുന്നല്ലോ എപ്പോഴും പതിവ്. ആണോ? കൂടുതൽ കണ്ടുവരുന്നത് അതാണ്. ഞാൻ വാസ്തവത്തിൽ നിങ്ങളുടെ ആ സ്പോർട്സ് അക്കാദമിയൊക്കെ കണ്ടപ്പോൾ സന്തോഷിച്ചത് കായിക വികസനത്തിലും ഒരു താല്പര്യം ഉണ്ടാക്കാൻ കഴിയുമല്ലോ എന്നാണ്. അപ്പോൾ അത് ആർക്ക് വേണ്ടിയാണ്? പഠിക്കാൻ മോശമായ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണോ അതോ കായിക വിദ്യാഭ്യാസം? അത് വിജയബേരി പദ്ധതി തുടങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെ പഞ്ചായത്തിനകത്തുള്ള 3 ഹൈസ്കൂളുകളുണ്ട്. ഈ ഹൈസ്കൂളുകളിലെ വിജയ ശതമാനം 100% എത്തുമ്പോൾ മാത്രമേ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ആയിട്ട് നമുക്ക് മാറ്റാനും അതിലൂടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പഞ്ചായത്ത് ഉദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ കുട്ടികൾക്ക് 10ാം ക്ലാസ്സിലെ ഏറ്റവും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിൽ സംവിധാനങ്ങളും, അതുകൂടാതെ ഏറ്റവും പാവപ്പെട്ട അല്ലെങ്കിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പിയർ ടീച്ചിങ്, അതുപോലെ തന്നെ ഗൃഹസന്ദർശനം, വീടുകളുമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്, അവിടേക്ക് ഗൃഹസന്ദർശനത്തിന് വേണ്ടിയിട്ട് അധ്യാപകർ ഞങ്ങളടക്കം പോവുകയുണ്ടായിരുന്നു. അവന്മാരടക്കം അത് നല്ല സംഗതിയാണ്. അത് അങ്ങനെ അതിന് ഗുണവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എൻ്റെ സംശയം, നമുക്ക് ഈ കായിക വികസനം അതോടൊപ്പം തന്നെ കലാരംഗത്ത് നിങ്ങളുടെ അച്യുതമാരാർ സെന്ററിൽ അവിടെ പരിശീലനമുണ്ട്. അപ്പോൾ ഇതെല്ലാം തമ്മിലുള്ള ഒരു ഉദ്ഗ്രഥനം വേണ്ടേ കുട്ടികൾ? ഞങ്ങളിതിലാകെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന മിനിമം കുട്ടികളെ മാത്രം, അതായത് ഒരു സ്കൂളിലെ ആവറേജ് വരുന്ന കുട്ടികളെന്ന് വെച്ചാൽ 18 മുതൽ 20 വരെ കുട്ടികളാണ് ആവറേജ്. ഇത്തരത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ ഒരു സ്കൂളിൽ ഈ 10ാം ക്ലാസ്സിലെ കുട്ടികളിൽ വരുന്നത്. ആ കുട്ടികളെ മാത്രമാണ് നമ്മൾ വൈകുന്നേരങ്ങളിൽ ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിൽ തന്നെ പട്ടികജാതി കോളനികളിലെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ വരുമ്പോൾ മിക്കവാറും അവർ കോളനിയിൽ ആവുന്നത് കൊണ്ട് തന്നെ അവർ ജോലിക്ക് കൂലിപ്പണിക്ക് പോകുന്ന ആളുകളാണ്. അവർ തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് കുട്ടികളുണ്ടാവുന്നില്ല, അല്ല രക്ഷിതാക്കൾ വീട്ടിലില്ല. ആ സമയത്ത് ഞങ്ങൾ നേരെ പഠന വീടുകളിലേക്ക് കുട്ടികളെ അയച്ചുകൊണ്ട് അവിടെയാണ് ചെയ്തിട്ടുള്ള പരിപാടി. പിന്നെ സ്പോർട്സ് അക്കാദമി എല്ലാ ശനി ഞായർ ദിവസങ്ങളിലാണ് സ്പോർട്സ് അക്കാദമിക്ക് കൊടുക്കുന്ന പരിശീലനം കൊടുക്കുന്നത്. അതുകൂടാതെ സ്കൂളിലേക്ക് ഈ വർഷം മുതൽ നമ്മൾ സ്കൂളിലേക്ക് പ്രത്യേക കോച്ചിങ്ങിന് വേണ്ടിയിട്ട്, ചില സ്കൂളുകളിൽ പ്രത്യേക കോച്ചുമാരില്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക പരിശീലനവും, കൂടാതെ കുട്ടികൾ ഞങ്ങൾ കാണുന്നത് ഇവർ പഠിക്കാൻ മോശമായതുകൊണ്ടല്ല പല കുട്ടികളും പാസ്സാവാത്തത്. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ അമ്പലപ്പുഴ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്, കുട്ടികൾക്കോടൊപ്പം തന്നെ പേരൻസിനും ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് തന്നെ കൗൺസിലിംഗ് സമ്പ്രദായം ഞങ്ങളൊരു ദ്വിവത്സര സർട്ടിഫിക്കറ്റ് കോഴ്സ് ഞങ്ങൾ ഒരു MSc അപ്ലൈഡ് സൈക്കോളജിയുടെ സിലബസിന് തുല്യമാവുന്ന രീതിയിൽ സെൻറ്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ എന്ന് പറയുന്ന സിജിയുമായിട്ട് കേന്ദ്രീകരിച്ചിട്ട് ഞങ്ങൾ ഒരു ദ്വിവത്സര കോഴ്സ് വളരെ വിജയകരമായിട്ട് ഞങ്ങൾ ചെയ്യും. 15 അധ്യാപകർ ഒരു സ്കൂളിൽ ഒരു കൗൺസിലർ എന്നുള്ള നിലയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. അത് വളരെ വിജയകരമായിട്ട് കഴിഞ്ഞ മാസം അതിൻ്റെ ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ നല്ലൊരു ചേഞ്ച് ഞങ്ങൾക്ക് അതിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൂടാതെ വിജയിക്കുന്ന ഏറ്റവും മിടുക്കരായിട്ടുള്ള പ്രതിഭകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇന്റർനാഷണൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പേരുള്ള അമേരിക്കൻ സൈക്കോളജി. ശരി, എൻ്റെ ഒരു സംശയം, നിങ്ങളുടെ പഞ്ചായത്തിൽ ഈ സ്കൂളിൽ പോകുന്ന എത്ര കുട്ടികളുണ്ട് മൊത്തം? ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ 5 മുതൽ 15 വരെയുള്ളവരെ ഈ ഏജ് ഗ്രൂപ്പിൽ വരുന്നത് 3 ഹൈസ്കൂളിലായിട്ടാണ്. 3 ഹൈസ്കൂളും 3 ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് ഉയർത്തിയിട്ടുള്ള സ്കൂൾ 3 ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് വരുന്നത്. ആകെ 4600 ഈ വിവിധ പരിപാടികളിലേക്ക് എത്ര കുട്ടികളെ കൊണ്ടുവരാൻ കഴിഞ്ഞു? ഞങ്ങൾക്കിപ്പോൾ ഈ പ്രതിഭാസംഗമത്തിലൂടെ കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇപ്പോൾ SSLC മാത്രമേ നമുക്ക് ഗ്രാമപഞ്ചായത്തിനുള്ളൊരു പ്രശ്നം സാറിന് അറിയാലോ. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കീഴിൽ വരുന്നതല്ല ഹൈസ്കൂളെങ്കിൽ തന്നെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടെങ്കിൽ മാറ്റം ഉണ്ടാകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളൊരു പക്ഷേ ഒരു കടന്നുകയറ്റമായിരിക്കാൻ ചെയ്യണം, എങ്കിൽ പോലും അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഞങ്ങൾ പ്രത്യേകിച്ച് പട്ടികജാതി മേഖല അങ്ങനെ വ്യത്യസ്ത മേഖലകളെ ഒന്ന് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വരണതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ഇടപെടാനായിട്ട് സാധിക്കും. അത് ശരി, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ എല്ലാ കുട്ടികളെയും അതായത് ഞങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 3 സ്കൂളിലായിട്ട് 3 ഹൈസ്കൂളിൽ മാത്രമായിട്ടാണ് ഞങ്ങൾക്ക് 10 പേര് ട്രെയിനേഴ്സ്, അതായത് ഈ സൈക്കോളജിക്കൽ കൗൺസിലേഴ്സ് ഉണ്ട്. അവരുടെ അടുത്തേക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ കുട്ടികളെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു കുട്ടിയെ കടന്നു ചെല്ലാവുന്ന രീതിയിലേക്കാണ്
അറേഞ്ച് ചെയ്തിട്ടുള്ളൂ. അത് വാദ്യമേളം ഒക്കെ പഠിപ്പിക്കുന്നതിനോടൊപ്പം ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും എല്ലാം പഠിപ്പിക്കുന്നത്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സും അതൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ? അതൊക്കെ നല്ല കാര്യമാണ്. 184 ഹെക്ടർ തരിശുഭൂമിയിൽ 75 ഹെക്ടർ കൃഷിയോഗ്യമാക്കി എന്ന് പറയുന്നുണ്ട്. വളരെ നല്ല കാര്യം. അത് എങ്ങനെയാണ് അത് ചെയ്തത്? ഞങ്ങൾ കൃഷിയുടെ കാര്യത്തിൽ ഇത് കഴിഞ്ഞ വർഷത്തെ 2000-2009 കണക്കാണ്. ഈ വർഷത്തെ കണക്ക് വ്യത്യസ്തമാണ്. 1200 ഏക്കർ എന്നുള്ള കണക്കാണ് ഈ വർഷത്തെ കണക്ക്. തീർച്ചയായിട്ടും പഞ്ചായത്ത് സമിതി അധികാരത്തിൽ വരുന്ന കാലത്ത് ഒരു വർഷം 5% എന്നാണ് ഉൽപ്പാദന വളർച്ച എന്ന അധിക വളർച്ച എന്നാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടൊരു കാര്യം. അങ്ങനെ ലക്ഷ്യമിട്ട് പോയപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഏകദേശം വന്ന് വളരെ പരിതാപകര സ്ഥിതിയിലായിരുന്നു കൃഷി ഉണ്ടായിരുന്നത്. പഞ്ചായത്ത് കണ്ടെത്തിയ പ്രധാനപ്പെട്ട പ്രശ്നം 1 വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം, 2 മറ്റ് ലേബറിൻ്റെ പ്രശ്നം, 3 മാർക്കറ്റിൻ്റെ പ്രശ്നം, 4 പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ പ്രശ്നം. ഈ 4 വിഷയങ്ങളെ പഞ്ചായത്ത് പഠിക്കുകയും അതിൽ ഗണ്യമായിട്ട് ഇടപെടുകയാണ് ചെയ്തത്. അതിൽ നേരത്തെ കാണിച്ച പോലെ നമ്മുടെ ഏക്കാട്ടത്തോട് ബന്ധോട് പദ്ധതി എന്ന KLDCയുടെ സഹായത്തോടെ പദ്ധതി അത് ഗവൺമെൻറ്റിൽ നല്ല പഞ്ചായത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് പ്രോജക്റ്റ് നടപ്പാക്കാൻ കഴിഞ്ഞത്. അത് നടപ്പാക്കിയതോടുകൂടി വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം കുറേയേറെ പരിഹരിക്കപ്പെട്ടു. 40 ലക്ഷത്തോളം രൂപ കൊയ്ത്തുമതി യന്ത്രം, ട്രാക്ടർ, ട്രില്ലർ, അതുപോലെ തന്നെ നടീൽ യന്ത്രം, ഇതെല്ലാം വേണ്ടി 40 ലക്ഷം രൂപ പഞ്ചായത്തിലേക്ക് മുടക്കി. അതിൻ്റെ ഭാഗമായിട്ട് ലേബർ പ്രശ്നം കുറേയേറെ പരിഹരിക്കപ്പെട്ടു. അതുപോലെ തന്നെ മറ്റ് തൊഴിലുറപ്പ് പദ്ധതി അതിൻ്റെ അകത്തേക്ക് കുറേയേറെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആ പ്രശ്നങ്ങളിൽ കുറേ ലേബർ ബാങ്ക് ഞങ്ങളുടെ വെസ്റ്റ് പ്യൂരിറ്റി നേതൃത്വ സംഘത്തിൻ്റെ അവിടെയും ലേബർ ബാങ്ക് 10-60 തൊഴിലാളി സംഘടിപ്പിച്ച് അത് അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതുപോലെ തന്നെ മാർക്കറ്റ് പഞ്ചായത്ത് ഫസ്റ്റ് വർഷം തന്നെ നെല്ല് സംഭരിച്ചു. ഗവൺമെൻറ് നെല്ല് സംഭരണം നടത്തിയപ്പോൾ പഞ്ചായത്ത് സമാന്തരമായിട്ട് നെല്ല് സംഭരിച്ചു. തുടർന്ന് ഇപ്പോൾ സപ്ലൈക്കും കൺസ്യൂമർ ഫെഡ് വഴി ഞങ്ങൾ നെല്ല് സംഭരിക്കുകയാണ്. അതുപോലെ തന്നെ പലിശരഹിത വായ്പ കോപ്പറേറ്റീവ് സംഘങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, കർഷക തൊഴിലാളി സംഘടനകൾ എല്ലാവരും വിളിച്ചുകൂട്ടി വലിയ മീറ്റിംഗ് നടത്തി, പാടശേഖര കമ്മിറ്റി യോഗം നടത്തി, ഇവരൊക്കെ സപ്ലൈക്കുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി നെല്ല് സമരം നടത്തി പോകുന്നു. 12 രൂപ വില കിട്ടാമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു മൂവ്മെൻറ്റ് അതിനകത്തുണ്ടായി. സത്യത്തിൽ പഞ്ചായത്തിൻ്റെ ഇതിന് വലിയ സഹായം തീർന്ന് ഗവൺമെൻറ്റിൻ്റെ പൊതുവായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമാണ് പഞ്ചായത്തിന് സാധിച്ചത്. പക്ഷേ ഒരു നല്ല മൂവ്മെൻറ്റാണ് അതിനകത്ത് വന്നത്. ഒരു ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്നാണ് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ലക്ഷ്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. പഞ്ചായത്ത് മെമ്പർമാർ സ്വയം കൃഷി ഇറക്കുകയും ചെയ്തൊരു പഞ്ചായത്താണ് ഞങ്ങളിരിക്കുന്ന 17 മെമ്പർമാർ കൂടി ഞങ്ങളുടെ ഓണറേറ്റിൽ നിന്ന് കുറച്ച് പൈസ മാറ്റിവെച്ച് 1 ഏക്കർ താഴെയുള്ള ഭൂമി പഠനത്തിനെടുത്ത് ഞങ്ങളവിടെ കൃഷി ഇറക്കി അത് കൊയ്തെടുത്ത് എന്ന സ്ഥിതി ഉണ്ടായത്. അത് കൃഷിക്കാരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടൊരു ഇൻസ്പിറേഷനിലേക്ക് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ഈ സ്പോർട്സ് അക്കാഡമി ഇപ്പം നിങ്ങൾ നടത്തുന്നത് 6 തൊട്ട് 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രം അല്ലേ? അത് ആ പഞ്ചായത്തിലെ കുട്ടികൾ മാത്രമേ ഉള്ളൂ? മറ്റ് എല്ലാ പുറത്ത് പഞ്ചായത്തിൽ നിന്നും കുട്ടികൾ വരുന്നുണ്ട്. കാരണം സ്കൂളുകൾക്ക് പഠിക്കുന്ന പുറത്ത് പഞ്ചായത്തിലുള്ള ഒരു 52 പഞ്ചായത്ത് സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കുട്ടികളെയൊക്കെ സ്കൂളിൽ നിന്നും കൂടെ എടുത്തുകൊണ്ട്. ഫീസ് ഉണ്ടോ? അവർക്ക് ഫീസില്ല. അത് കോച്ച്, ജില്ലാ സ്പോർട്സ് അക്കാദമിയിൽ നിന്നുള്ള കോച്ചുകളെ വെച്ചുകൊണ്ടാണ് ഇവർക്ക് വെക്കേഷൻ ക്യാമ്പ് മാത്രമേ ഉള്ളൂ. മറ്റു കുട്ടികൾ ശനി ഞായർ ദിവസങ്ങൾ, അതുപോലെ തന്നെ വെക്കേഷൻ, ഓണം, അങ്ങനെയുള്ള ഡിസംബർ അങ്ങനെയുള്ള വെക്കേഷനുകളിലുമാണ് പുറത്തുനിന്നുള്ളത്. അല്ല, റെഗുലർ ആയിട്ട് അവിടെ പഞ്ചായത്തിലെ കുട്ടികളെ ഉള്ളോ? പഞ്ചായത്തിന്റെ കുട്ടികളുണ്ട്, റെഗുലർ ആയിട്ടുണ്ട്. പുറത്തുനിന്നുള്ളവരും ഉണ്ട് റെഗുലർ ആയിട്ട്. ആർക്കും ഫീസില്ല. ഇവർ കോച്ചിന് ഞങ്ങള് കോച്ചിങ് ഫീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അവർക്ക് റിഫ്രഷ്മെന്റും നൽകുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി. പക്ഷെ റിഫ്രഷ്മെന്റും ഇതിനെല്ലാം കൂടി നിങ്ങൾ 1 ലക്ഷം രൂപയാ പറയുന്നത്. അത് തികയുമോ? അത് മതിയാവുന്നുണ്ട് ഞങ്ങൾക്ക്. അത് സ്പോൺസർഷിപ്പുകളുണ്ട്, പിന്നെ അത്യാവശ്യം നാട്ടിൽ സഹായങ്ങളൊക്കെ കുറേശ്ശെ ഉണ്ടല്ലോ. പിന്നെ പ്രോത്സാഹന ആളുകളുടെ ഭാഗത്തുണ്ടാവും. പിന്നെ ശനി ഞായറും സ്റ്റേഡിയം മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും അതിനെല്ലാം ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ 10 ലക്ഷം രൂപ വെച്ചാണ് ഞങ്ങൾ. പിന്നെ പഞ്ചായത്തിലെ വിവിധ സ്കൂളുകൾക്ക് 5 ലക്ഷം രൂപ വെച്ചിട്ട് സ്പോർട്സ് കൗൺസിലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മേലടൂർ സ്കൂളിനും മാമ്പ്ര സ്കൂളിനും ഇപ്പോൾ 5 ലക്ഷം രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്കൂളിനെ കിട്ടാനുള്ള അവർക്ക് ഇപ്പോൾ അവിടെ സ്പോർട്സ് ഹോസ്റ്റലുള്ള സ്കൂളാണ്. ഈ കൃഷിയിൽ കൃഷിക്കാരന് ഉറച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏക്കർ കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് ഈ പരിപാടി നടത്തുന്നതിൻ്റെ ഫലമായിട്ട് എത്ര രൂപ അയാളുടെ ആവശ്യത്തിന് കിട്ടുന്നു എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും കണക്കുകൾ നിങ്ങൾ ഇതിൽ കണ്ടിട്ടില്ല? ഒന്ന് പറയാമോ സാർ? ഇതിലെ ഉൽപാദനക്ഷമതയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും വലിയ ഞാൻ അതൊന്നും ചോദിച്ചില്ല. ഞാൻ വളരെ നിരുപദ്രവമായിട്ടൊരു ചോദ്യമാണ്. കൃഷിക്കാരന്റെ കയ്യിൽ ഇതെല്ലാം ചെയ്യുമ്പോൾ കൃഷിക്കാരന് അധികമായ ആദായം എത്ര കിട്ടുന്നുണ്ട്? അല്ലെങ്കിൽ അയാൾ ഇതെല്ലാം കളഞ്ഞു വെച്ചില്ല. ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ സ്വയം കൃഷി ഇറക്കിയ അനുഭവമുള്ളവരാണല്ലോ. ഞങ്ങളുടെ അനുഭവം പറയാം. ഞങ്ങൾ ഏകദേശം 1 ഏക്കറിൽ താഴെ ഏകദേശം ഒരു 85 സെന്റ് എന്ന് പറയാം. അതാണ് ഞങ്ങൾക്ക് 2 ടണ്ണും 65 കിലോയും ഞങ്ങൾക്ക് നെല്ല് കിട്ടി. നല്ല മികച്ച വിളവായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതാണ്ട് അതിൻ്റെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു
ഒരു ഹെക്ടറിൽ നിന്ന് കിട്ടുന്ന മൂല്യം പണ്ടുള്ള 4 ടൺ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന അതിൽ നിന്നൊക്കെ തന്നെ ഒരു 6ന്റെ മുകളിലേക്ക് കാര്യങ്ങൾ